ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ എൻ്റെ അമ്മയുടെ വീട്ടിലെ ഉത്സവത്തിന് നമ്മൾ അന്ന് പോയൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ഒരു ഷോർട്സ്. അപ്പോൾ അത് വന്നിട്ട് നെടിവള അമ്പലത്തിൽ ഉത്സവമായിരുന്നു. ഇന്ന് വന്നിട്ട് നമ്മൾ മെയിനായിട്ട് കൊള്ളുന്നത് അതൊരു അമ്പലത്തിൽ കൊള്ളുമെന്ന് വെച്ചാൽ നമ്മൾ ഉത്സവത്തിന് പോകാറുണ്ട്, അങ്ങനെ കൊള്ളാറുണ്ട്. പക്ഷെ അല്ലാണ്ട് മെയിനായിട്ട് ഞങ്ങൾ കൊള്ളുന്നൊരു ഉത്സവമുണ്ട്. അതാണ് മലനാട്ട് കാവിലെ ഉത്സവമാണ്. അപ്പോൾ അവിടെ നാളെയാണ് ഉത്സവം. സോ ഇന്ന് വൈകിട്ട് നമ്മൾ പോവുകയാണ്. അഖിൽ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവൻ വരുന്നവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ ഒരു ഇൻട്രോ എടുക്കാമെന്ന് കരുതി. അന്ന് നമ്മൾ ലോങ് വീഡിയോ എടുക്കാമെന്ന് കുറേ നാളുകൊണ്ട് വെക്കുന്നുണ്ട്, ഇന്നും ഇങ്ങോട്ട് ആവുന്നില്ല. അപ്പോൾ സോ ഇന്ന് വന്നിട്ട് ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ എടുക്കാമെന്ന് കരുതി. പിന്നെന്താ, തബരുമ്പോൾ നല്ല ഉറക്കമാണ്. അവൾ ഇപ്പോൾ ഉണർത്തണ്ടെന്ന് കരുതി. അവൻ വന്നിട്ട് ഒരുക്കി കൊണ്ടുപോകുമെന്ന് വിചാരിച്ചു. അതുവരെ അവൾ ഉറങ്ങട്ടെ എന്ന് കരുതി. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ എന്താ, നമ്മുടെ വീടിലോട്ട് ബാക്കി വിശേഷമൊക്കെ കാണാം. ജസ്റ്റ് ഒരു ഇൻട്രോ എടുത്തതാണ്. ഹായ് 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 കാണിച്ചേ, കൈ കാണിച്ചേ. ഹായ് ഹായ് മാമ ബുമ്പ് പറഞ്ഞല്ലേ. നമ്മളെങ്ങനാ പോന്നെ? മാമ ബുമ്പ് വരുമ്പോ പോയില്ലേ? ഇതെന്തോ കാണിക്കുന്നേ? അയ്യോ, അങ്ങനെ കാണിക്കില്ലേ. നോനോ നോനോ നോനോ. യോ, അങ്ങനെ കാണിക്കല്ലേ എന്നോ. അല്ല, പാലും ഇതാകുമ്പോഴേ കുഴപ്പമില്ല. കണ്ണി പറ്റിയാലും നേരത്തെ പറ്റിയാലും. നീ പോയിക്കോ, നീ ആ സൈഡിലൊന്ന് തേച്ച് കൊടുത്തു. സോ ഗൈസ്, അങ്ങനെ നമ്മൾ കുഞ്ഞുമ്മയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ വന്നപ്പം ഇതുപോലെ അരിപ്പൊടിയും പാലിനകത്തിട്ട് നമ്മൾ മുഖത്ത് തേക്കുമായിരുന്നു. അപ്പോൾ അത് തേക്കാമെന്ന് കരുതിയപ്പോൾ കല്യാണിൻ്റെ മുഖത്തൊക്കെ തേച്ച് നല്ല ലൈറ്റ് അടിച്ചിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും തേക്കാമെന്ന് കരുതി. അപ്പം ഞാനും തമ്പുരുമോളും തേക്കുവാണ് ഗൈസ്. നാളെ ഉത്സവമല്ലേ, അപ്പോൾ പിന്നെ ഒന്ന് തിളങ്ങണ്ടേ. സോ നമ്മൾ വന്നിട്ട് ബ്യൂട്ടീഷ്യൻ ചെയ്യുവാണ് ഗൈസ്, ബ്യൂട്ടീഷ്യൻ. എന്തായാലും ഇതുപോലെ എല്ലാ ഗേൾസും അങ്ങനെയൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മളും കുറയ്ക്കണ്ടല്ലോ. സോ വന്നിട്ട് ഞാൻ മിററിൽ നോക്കി ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ ക്യാമറമാൻ വന്നിട്ട് നമ്മുടെ കല്യാണി മോളാണ്, പുള്ളിക്കാരി ക്യാമറ എടുക്കുകയാണ് ഗൈസ്. പിന്നെന്താ, അവൾ നല്ല ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ നിന്നാണ് എഴുന്നേറ്റ് അവളെ ഒരുക്കിക്കൊണ്ട് വന്നത്. അപ്പോൾ ഉറക്കപ്പിച്ചിലായിരുന്നു പുള്ളിക്കാരി. പിന്നെ കുഞ്ഞുങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം പുള്ളിക്കാരി ഫുൾ ഓണായിട്ടുണ്ട്. അപ്പം പിന്നെന്താ, അമ്മ അന്നേരം ആ സമയപ്പോഴേക്കും വന്നു. പിന്നെ നമ്മൾ ഒരുമിച്ചാണ് വന്നത് വീട്ടിലോട്ട്. പിന്നെന്താ, പ്രത്യേകിച്ച് വേറെ വിശേഷം, ഉത്സവം ഇത് തന്നെ. പിന്നെന്താ, നമ്മുടെ ഫേസിൽ തേച്ച ഈ അരിപ്പൊടി ഒന്ന് ഡ്രൈ ആവണമല്ലോ. അപ്പോൾ അതുവരെ വെറുതെ വെയിറ്റ് ചെയ്യണമെന്ന് കരുതി ഞാൻ അവിടെ മറ്റേ കഞ്ഞിയുടെ കൂടെ നമ്മൾ അസ്ത്രം കഴിക്കത്തില്ലേ, അപ്പോൾ അതുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടി കഴിക്കാമെന്ന് വെച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചോറും സോയാബീനും ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചു. കാരണം കഴിച്ചിട്ട് നമുക്ക് പിന്നെ അമ്പലത്തിൽ പോകണമായിരുന്നു രാത്രിയിൽ. അപ്പം സോ വന്നിട്ട് നമ്മൾ വേഗം കഴിക്കുകയാണ് ഫുഡ്. പിന്നെ വന്നിട്ട് നമ്മൾ വേഗം തന്നെ ഒരുങ്ങി. തമ്പുരുമോളുടെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരി എവിടെയെങ്കിലും പോകണമെന്നറിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. എവിടെ ആയാലും ഉറക്കത്തിൽ കിടന്നായാലും എഴുന്നേറ്റ് പെട്ടെന്ന് ഒരുക്കുവാണെന്നുണ്ടെങ്കിൽ അവൾക്കറിയാം എവിടെയോ പോകാനാണെന്ന്. പിന്നെ മൂഷട്ടിയൊന്നും കാണിക്കത്തില്ല. എവിടെ പോകണമെന്നുണ്ടെങ്കിലും പുള്ളിക്കാരി ഫുൾ ഹാപ്പിയാണ്. എവിടെ വേണേലും പോയാലും ഒരു കുഴപ്പവും. ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പം പോകുന്നത് വെച്ചിട്ട് പുള്ളിക്കാരി ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെയാണ് ഈ കാണുന്നതൊക്കെ. അത് ഒരുങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ പോകണം. ഒരുങ്ങിക്കഴിഞ്ഞ് ഇച്ചിരി നേരം പോലും അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനൊന്നും പാടില്ല, വേഗം തന്നെ ഇറങ്ങിക്കണം. അപ്പോൾ നമ്മൾ ചിറ്റപ്പൻ വരാനായിട്ട് കാത്തിരിക്കുകയാണ്. ചിറ്റപ്പൻ കാവിൽ വരെ പോയതാണ്. അപ്പോൾ ചിറ്റപ്പൻ വന്നിട്ട് വേണം നമുക്ക് പിന്നെ പോകാൻ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. തമ്പുരുമോൾ പറയുന്നത് ഷൂ ഇടാനാണ്. എല്ലാവരോടും പറയുക ഷൂ ഇട് വേഗം ഇറങ്ങാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പുള്ളിക്കാരി ഭയങ്കര ധൃതിയിലാണ്. പാട്ട്
തമ്പുരു ഹായ് പറ ഹായ് കോഴി എവിടെ കോഴി രാത്രി 10 മണി മുതൽ പ്രതിരോധ ഊട്ട് 4:30 മലയിൽ വാർത്തൽ 5 മണിക്ക് ഹരിനാമ കീർത്തനം നാളെ ചന്ദനക്കാർക്ക് നേരത്തെയായി സംഘടിപ്പിക്കുന്നത് യതീഷ് കൃഷ്ണൻ സൂപ്പർ സൂപ്പർ. സോ ഗൈസ് ഉത്സവത്തിന് വന്നിട്ട് റൈസും ചിക്കൻ കറിയായിരുന്നു. അപ്പം നമ്മളത് കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞപ്പം അമ്മച്ചമ്മ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ വട്ടത്തെയും പോലെ അമ്മച്ചമ്മ എന്തോ കൊണ്ടുവന്നതെന്ന് നോക്കിയിരിക്കുകയാണ്. അമ്മച്ചമ്മ കുറേ മഞ്ചും സ്നിക്കേഴ്സൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ ടൈമിൽ അഖിലില്ലായിരുന്നു. അഖിൽ പിന്നെ കഴിച്ചിട്ട് കാവിലോട്ട് കണ്ട് പോയായിരുന്നു. അപ്പോൾ അവനത് മിസ്സായി. അതും തമ്പുരുമോക്കാണ് കിട്ടിയത്. പിന്നെ ഞങ്ങൾക്കൊക്കെ കുറേശ്ശൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കഴിപ്പായിരുന്നു. പിന്നെന്താ പിന്നെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഇങ്ങനെ വെളിയിൽ ഇവിടെ കാറ്റ് നല്ല കാറ്റാണ് ഇവിടെ. വെയിലുണ്ടെങ്കിലും വെളിയിലിങ്ങനെ കട്ടക്കുഴിയുണ്ട് താഴെ വന്നിട്ട്. അപ്പം നല്ല കാറ്റുണ്ട്. അപ്പം വെളിയിൽ വന്നിട്ട് നമ്മുടെ പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ ഉള്ള കട്ടിലുണ്ടല്ലോ, ആ ബെഡാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ആ ബെഡിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ഇപ്പുറത്ത് നമ്മുടെ സൗദി ഉണ്ട്. ആ പശുക്കിടാവിൻ്റെ പേര് ഇവിടെ ഒരു പശുക്കിടാവുണ്ടെന്ന് പറയാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ടൊരു പശുക്കിടാവുണ്ട്, ഞാൻ പിന്നെ കാണിക്കാവേ. അപ്പോൾ അവളുടെ പേര് വന്നിട്ട് സൗദ എന്നാണ്. അപ്പോൾ അവളെയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ അവിടെയാണ് ഇരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അനീഷ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അനീഷിന് റൈസൊക്കെ കൊടുത്തു. അവൻ കഴിക്കുകയാണ് ഗൈസ്. പിന്നെ എന്താണെന്നുണ്ട്, ഇതാണ് ഞാൻ പറഞ്ഞ സൗദ. പുള്ളിക്കാരി നല്ല രസമുണ്ട്, ക്യൂട്ടായിട്ടാണ്. എനിക്കത് ഇങ്ങനെ തൊടാൻ നല്ല രസമായിരുന്നു. കുഞ്ഞ് ജനിച്ചിട്ട് 2 ദിവസം കണ്ടായതേ ഉള്ളൂ. അപ്പോൾ ഇവളിങ്ങനെ കെട്ടിപ്പിടിക്കാൻ നല്ല രസമായി, കുഞ്ഞല്ലേ. അപ്പോൾ നല്ല ചാടാൻ തുടങ്ങിക്കഴിഞ്ഞൊന്ന് കാണുമ്പോൾ റൗണ്ടടിച്ച് ചാടുന്ന കാണാം. നമ്മൾക്ക് ഇവളാന്ന് ഈ ചാടുന്നത് എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ഞാനിങ്ങനെ 2 ദിവസം കഴിഞ്ഞ് അങ്ങനെ കിടാവിനെ അങ്ങനെ കണ്ടിട്ടില്ല. കിടാവിനെ കണ്ടിട്ടുണ്ട് ഇച്ചിരി വലിയതൊക്കെ ആയിട്ട്. ജനിച്ച് 2 ദിവസത്തിനുള്ളതൊന്നും കണ്ടിട്ടില്ല. പിന്നെന്താ, നമ്മൾ ഉത്സവത്തിന് റെഡിയായി പോവുകയാണ് ഗെയ്സ്. അപ്പം ഞാൻ കല്യാണം ഇങ്ങനെ വെറുതെ ഷൂട്ടൊക്കെ ചെയ്ത് നടക്കുകയാണ്. അപ്പം അമ്മ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. പിന്നെന്താ, തമ്പുരുമോളെ അമ്മ പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ നടക്കുവാണ് ഉത്സവത്തിന്. ഈ വയലിൻ്റെ നടുക്കൂടെ ഒരു ചെറിയ വരിയുണ്ട്. അപ്പോൾ ആ വഴി കൂടെയാണ് നടന്ന് അപ്പുറത്ത് അമ്പലത്തിൽ ചെല്ലണം. ഈ സൈഡെല്ലാം കാവാണ്. അപ്പോൾ ഈ കാവിൻ്റെ ഈ ഗ്രൗണ്ട് കഴിഞ്ഞ് അപ്പുറത്തോട്ട് നമ്മൾ നടക്കുകയാണ് ഗെയ്സ്. അതില് അപ്പുറത്തോടെ അല്ലേ വരുന്നത്? അല്ലേ ഇതിലേ ഉണ്ട് കുറെ കാണാം. പിന്നെ ഇവിടെ എന്ത് പടി ഒന്നും മനസ്സിലാകുന്നില്ല. പിന്നെന്താ, നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഉത്സവ വ്ളോഗ്. സോ വന്നിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ കേട്ടോ. പിന്നെന്താ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കില്ല. പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടമാടാ. പിന്നെന്താ പറയണ്ടേ, കഷ്ടപ്പെട്ട് ചെയ്യുന്നതിനെക്കാട്ടി ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പം ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പം അത്രയേ ഉള്ളൂ. വേറെ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. സീ ഗൈസ്.